നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വളരെയധികം വിമർശനങ്ങൾ ഉയരുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സ്വീകരിച്ച പോലുള്ള ഒരു ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിന് ഇല്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും അല്ലാത്തവരുമായ ഒട്ടേറെ പേർക്കെതിരെ തുരുതുര ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പീഡനങ്ങളെക്കുറിച്ച് നൽകിയ മൊഴികൾ രഹസ്യ സ്വഭാവത്തിൽ ഉള്ളതിനായതിനാൽ പുറത്തു വന്നിട്ടില്ല. രാജ്യത്ത് ആദ്യമായി പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി നിയോഗിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പീഡന പരാതിയിൽ കഴിഞ്ഞ ദിവസം 3 പ്രമുഖ നടന്മാർക്കെതിരെ നടപടികളുണ്ടായി. നടനും MLA-യുമായ മുകേഷിനെയും നടൻ അഭിനേതാക്കളുടെ സംഘടനാ ഭാരവാഹിയായിരുന്ന ഇടവേള ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. മറ്റൊരു നടൻ സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിനിമയിൽ അവസാനം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതി. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ഇത്രയും കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായോ എന്ന സംശയമാണ് ഉയരുന്നത്. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ചൊവ്വാഴ്ച രാവിലെ തന്നെ സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടമശ്ശേരിയിലെയും വീടുകളിൽ എത്തിയെങ്കിലും അടഞ്ഞുകിടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടുപടിക്കൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ നടപടി. ഇത്തരമൊരു ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടായോ എന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകില്ല. സിദ്ദിഖ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും പരാതിക്കാരെയും തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുമുണ്ട്. അതിജീവിതർക്ക് നീതി ലഭ്യമാക്കാൻ നിയമ നടപടികൾ ശക്തമാക്കുകയും അന്വേഷണ സംഘം ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയധികം വലവിരിച്ചിട്ടും കഴിഞ്ഞ 2 ദിവസമായി സിദ്ദിഖ് ഒളിവിലാണ്. വീടുകൾ കയറിയിറങ്ങി പോലീസ് അന്വേഷിക്കുന്നു. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മകന് അച്ഛൻ എവിടെ എന്നറിയില്ല എന്ന് പറയുന്നു. എന്തായാലും സിനിമയിൽ ഉള്ള തന്നെ സുഹൃത്തുക്കളുടെ വീടുകൾ, ഫാം ഹൗസുകൾ, ഫ്ളാറ്റുകൾ ഇവിടെയെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജ്യം വിട്ടു പോവാതിരിക്കാൻ വിമാനത്താവളത്തിലെല്ലാം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. അങ്ങനെ അതിസൂക്ഷ്മതയോടുകൂടി സിദ്ദിഖിനെ പൂട്ടാൻ പോലീസ് തയ്യാറെടുക്കുമ്പോൾ ഇതുവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ഒളിവിൽ ഇരുന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, തനിക്ക് വേണ്ടി എല്ലാം മകൻ ചെയ്യുന്നു. ആ ഒരു പക്ഷെ മകന് അച്ഛൻ അറിയില്ല എന്ന് പറയുന്നത് കള്ളമായിരിക്കും. പക്ഷേ സിദ്ദിഖ് എവിടെ എന്നുള്ളത് മാത്രം ഒരു ഒളിത്താവളത്തിലാണ്, ഒളിവിലാണ് എന്നൊക്കെ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് സിദ്ദിഖിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ദിലീപിന് വേണ്ടി വാദിച്ച വക്കീൽ, അല്ലെങ്കിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ മകന്റെ കേസ് വാദിച്ച വക്കീൽ, ഇവരൊക്കെയാണ് സിദ്ദിഖിന് വേണ്ടി സുപ്രീം കോടതിയിലെത്തുക. അപ്പോൾ ഇത്രയും പണം വാരി എറിഞ്ഞ് ഓരോ സിറ്റിങ്ങിനും ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ നെയ്തെടുക്കുന്ന വക്കീലന്മാർ വരെ വയ്ക്കുകയാണ് സിദ്ദിഖ്. മറഞ്ഞിരുന്നു കൊണ്ട് സിദ്ദിഖ് ജാമ്യത്തിന് വേണ്ടി അവസാന ശ്രമം നടത്തുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടിയില്ല എങ്കിൽ അറസ്റ്റ് എങ്ങനെയായിരിക്കാം? ഇപ്പോഴും ഒളിവിൽ കഴിഞ്ഞ സിദ്ദിഖ് അത് തുടരുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് ഇനി അഭിനയിക്കാനുള്ള എല്ലാ സിനിമകളും നിർത്തിവെച്ചിരിക്കുകയാണ്. പണം തിരികെ ചോദിക്കാൻ തന്നെയാണ് നിർമ്മാതാക്കൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം സിദ്ദിഖിന്റെ സിനിമ ഇനി റിലീസ് ചെയ്യാനുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യും എന്ന് തന്നെ നിർമ്മാതാക്കളും പറയുന്നുണ്ട്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് സിനിമ കരിയറിൽ ഇതൊരു വലിയ അടി തന്നെയാണ്, ഒരു തകർച്ചയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം നടൻ ദിലീപിനും സംഭവിച്ചത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.